ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്വേത സെന്തിൽ. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ഡെയിലി വ്ലോഗാണ് കേട്ടോ. ഒരു മോർണിംഗ് റുട്ടീനാണ്. അപ്പം സ്കൂൾ തുറക്കുന്നതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഇന്ന് രാവിലത്തെ കുറേ കാര്യങ്ങളും തിരക്ക് പിടിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സ്കൂൾ തുറക്കാണ്. എല്ലാ അമ്മമാരും രാവിലെ തിരക്കാണെന്നറിയാം. ഞാനും എൻ്റെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലത്തെ ഉള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടേ എന്ന് ചെയ്യണം. അപ്പോൾ ഇന്നലെ കുറച്ച് താമസിച്ചിട്ടൊക്കെയാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ഉറക്കം വരുന്നുണ്ട് എനിക്ക്. കാരണം പിന്നെ കുറേ നാളായല്ലോ ഈ ഒരു റുട്ടീൻ. രാവിലെ നമ്മളങ്ങനെ അത്രയും രാവിലെ എണീക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ നമ്മൾ ബാക്ക് ടു വർക്ക്, ബാക്ക് ടു സ്കൂൾ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഏറ്റവും സിമ്പിൾ കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിൽ വേറെ സവാള സാധനങ്ങളൊന്നും നമുക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേഗം സിമ്പിളായിട്ടങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ചോളും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അയ്യോ, അങ്ങനെ 2 മാസം പോയത് അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും? ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം കുറച്ച് പേരെങ്കിലും അയ്യോ 2 മാസം എൻ്റെ ദൈവമേ ഈ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ട് ചില അമ്മമാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അയ്യോ വീട്ടിലെന്താ പറയുക, വീട് തലകുത്തി നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു കാണും, നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയ കുറേ പേരുണ്ടാവും. പക്ഷേ ഈ സ്കൂൾ തുറക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ മിസ് ചെയ്യും അല്ലേ? കാരണം അവർ വീട്ടിലില്ലാത്തൊരു സമയത്ത് നമ്മുടെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിൻ്റെ സ്ഥലത്തിരിക്കും. ബഹളമില്ല, അമ്മ 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 എന്നുള്ള 100 വട്ടത്തെ വിളിയില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമേ ഇല്ല. നമുക്ക് കുറേ നമ്മുടേതായിട്ടുള്ള ഒരു മീ ടൈം കിട്ടുന്നൊരു ടൈമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഈ കുഞ്ഞു മക്കളെ കൂടി ഇല്ലായിരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു വിഷമം എനിക്കിങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും കുഴപ്പമില്ല. 2 മാസം എന്ന് പറയുന്നത് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ച പോലെ പോയതുപോലെ തോന്നുന്നത്. കാരണം കുറേ ഒഫീഷ്യൽ ഡ്യൂട്ടീസൊക്കെ എൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഞാനും ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 2 മാസത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2 ആഴ്ച പോലെ തോന്നിയുള്ളൂ കേട്ടോ. കാരണം പെട്ടെന്ന് വെക്കേഷൻ കഴിഞ്ഞു, സ്കൂളും കോളേജൊക്കെ തുറന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ആണുള്ളത്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിലൊന്ന് പറയണേ. പെട്ടെന്ന് വെക്കേഷൻ തീർന്നു പോയതുപോലെ. ഒരു ഉള്ളിത്തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ചതാണ്. ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ലൈഫിലെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ ഒരു ഫുഡിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലിപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ തലേന്ന് നോക്കും എന്തൊക്കെയാണ് പച്ചക്കറികളുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ സാമ്പാറിനുള്ള എല്ലാ കൂട്ടുകളും ഉണ്ടെങ്കിൽ നമ്മൾ ശരി എന്നാൽ സാമ്പാർ ഉണ്ടാക്കാം, നിറക്കൊഴുത്ത സാമ്പാർ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എപ്പോഴും നമ്മുടെ വീട്ടിൽ സാമ്പാറിനുള്ള എല്ലാ കൂട്ടും ഉണ്ടാവണം എന്നില്ലെങ്കിലും ഒരു സാമ്പാർ ഒരു വീട്ടമ്മ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കും. അത് എല്ലാ പച്ചക്കറികളും വെച്ചുണ്ടാക്കും. അതല്ലാണ്ട് വീട്ടിലുള്ള പച്ചക്കറികൾ മാത്രം വെച്ച് സാമ്പാർ ഉണ്ടാക്കും. ഇപ്പോൾ കുമ്പളങ്ങ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ച് മാത്രം ഉണ്ടാക്കാം, മത്തങ്ങ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കാം. ഒന്നുമില്ലെങ്കിൽ സവാളയും തക്കാളിയും ഈ പരിപ്പും കൂടെ വെച്ചിട്ട് തന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഈ എല്ലാ സാമ്പാറുകൾക്കും അതിൻ്റേതായൊരു രുചിയുണ്ടല്ലേ. ഒരുപാട് കൂട്ടിട്ട് വെക്കുന്ന സാമ്പാറും വളരെ കുറച്ച് ചേരുവകൾ ചേർത്തുണ്ടാക്കുന്ന സാമ്പാറിനും അതിൻ്റേതായുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മൾ ഈ സാമ്പാർ വെക്കാം എന്ന് വിചാരിച്ച് എല്ലാ കൂട്ടും വരട്ടെ എന്നിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം ഉള്ള കൂട്ടൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കുക അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഇഡ്ഡലിയുടെ കൂടെ നല്ല സൂപ്പർ സാമ്പാറും കൂട്ടി തട്ടിവിടാം. അതേപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാർ വെച്ച് നമുക്ക് കഴിക്കാം. ഇതല്ല സാമ്പാർ പിന്നെ വെക്കാം, നമുക്ക് കടയിൽ പോയി എല്ലാം മേടിച്ചിട്ട് വന്നിട്ട് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെറും പച്ചമോരോ അല്ലെങ്കിൽ നമ്മൾ ഉപ്പും കൂട്ടി ചോറ് കഴിക്കേണ്ട അവസ്ഥ വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിലും എല്ലാ സാഹചര്യവും ഒത്തു വരട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇതൊക്കെ വെച്ച് മാത്രം ചെയ്താൽ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാ സാഹചര്യങ്ങളും ഒത്തിട്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 50,000 രൂപയുണ്ട്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഈ 50,000 രൂപയ്ക്ക് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആരംഭിക്കുക. അല്ലാണ്ട് 5 ലക്ഷം രൂപ കിട്ടിയിട്ടല്ലെങ്കിൽ 5 കോടി രൂപ കിട്ടിയിട്ടേ എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് തന്നെയാണ്. ഒരു ചെറിയൊരു എന്താ പറയുക പിടിവള്ളി ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പരാജയപ്പെടുമായിരിക്കും, പരാജയപ്പെട്ടോട്ടെ. ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് വിജയിച്ചിട്ട് മാത്രമുള്ളവരല്ലല്ലോ.
ഈ തോൽവിയിൽ നിന്നാണല്ലോ നമ്മൾ വീണ്ടും അതിന് വേണ്ടി പ്രയത്നിക്കുന്നതുമല്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, ലൈഫ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് വെച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി തൊട്ട് ഒരു സാധനവും നമ്മൾ നാളത്തേക്കോ അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ കൊണ്ടുവരട്ടെ, എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കാണ്ട് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഷെടപടെ കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് വേറെ ഒന്നുമല്ല, ഇന്നത്തെ സ്കൂൾ തുറക്കുകയാണ്, പല കാര്യങ്ങളും ഉണ്ടാവും നമുക്ക്, കുട്ടികൾക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അമ്മമാർക്കാണെങ്കിലും എല്ലാം പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കും. കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇന്ന് വേണ്ട, ബാക്കി നാളെ പഠിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആയതല്ലേ ഉള്ളൂ, നാളെ തൊട്ട് തുടങ്ങാം എന്ന് പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ മാറ്റി വയ്ക്കും. അതേപോലെ അമ്മമാരാണെങ്കിലും ഇന്ന് വേണ്ട, നാളെ തൊട്ടാവാം എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ മാറ്റി വയ്ക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ വെരി ഫസ്റ്റ് ഡേ തൊട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റുട്ടീനിലായി കഴിയും. പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് പിന്നീടേക്ക് ഉണ്ടാവില്ല. എന്ത് കാര്യത്തിലും നമുക്ക് തൃപ്തരാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ തൃപ്തിപ്പെടുത്താൻ വലിയ പാടാണ് കേട്ടോ. എന്ത് കാര്യം കിട്ടിയാലും, ഇപ്പം ഏത് വലിയൊരു കാര്യമാണെങ്കിലും ശരി, നമ്മൾ ഒട്ടും തൃപ്തരായിരിക്കില്ല. നമ്മൾ എപ്പോഴും എന്നാലും എനിക്കതില്ലല്ലോ, എനിക്ക് മറ്റവരെ പോലെ ഇല്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത്. ചില സമയത്ത് ഇവിടെയാണെങ്കിൽ തന്നെ മോളാണെങ്കിലും പറയാറുണ്ട് കേട്ടോ, അയ്യോ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമില്ല, എന്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ പൈസ ആണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സമാധാനമാണ്. ആ ഒരു സംഭവം നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യവും, മനസ്സമാധാനം ഒരു കാര്യം കൂടി വേണം കേട്ടോ, ആരോഗ്യം. അത് രണ്ടും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മാനസികവും അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കിയെല്ലാം താനെ ഇങ്ങ് പോന്നോളും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ടിയിട്ടൊന്ന് വർക്ക് ചെയ്യുക. ഇന്ന് സ്കൂൾ തുറക്കുന്ന കുഞ്ഞുമക്കളാണെങ്കിലും അതേപോലെ വീട്ടിലെ അമ്മമാരാണെങ്കിലും എല്ലാവരും അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഇടുക, കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. ഒരു കാര്യം ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ. ഇപ്പോൾ ലഞ്ച് കൊടുത്തു വിടുന്ന അമ്മമാർ ഇപ്പോൾ ഒരു കുഞ്ഞ് സ്കൂളിൽ കൊണ്ടുവരുന്നത് ബിരിയാണി ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു കുട്ടി കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഫുഡുകളായിരിക്കാം. അതിന് വേണ്ടിയിട്ട് മാത്രം ശ്രദ്ധിച്ച് അമ്മമാരുണ്ടാക്കി കൊടുക്കുന്നത്, നമ്മൾ സാധാരണ ചോറും പുളിശ്ശേരിയും കൊടുക്കുന്ന അമ്മമാരും ഉണ്ടാവും. അത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത്രയും കാര്യങ്ങൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കാനുള്ളതാണ്. ഒരിക്കലും നമ്മൾ വേറൊരാളെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഒരമ്മയ്ക്ക് പറ്റുന്ന മാക്സിമം, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പറ്റുന്ന മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര തന്നെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. സാറ്റിസ്ഫൈഡ് ആയിരിക്കുക, എന്ത് കാര്യം നമ്മൾ ചെയ്താലും സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. എന്ത് കാര്യങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ തൃപ്തപ്പെടുക എന്നുള്ളതാണ് മെയിനായിട്ടെന്ന് പറയാനുള്ളത്. അല്ല, തൃപ്തപ്പെടുകയല്ലല്ലോ, അത് തൃപ്തിപ്പെടുക എന്നാണല്ലോ നമ്മൾ പറയുന്നത്. സാരമില്ല കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കേ. 4 മണിക്ക് എണീറ്റ് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ചില സമയത്ത് കഴിഞ്ഞു പോകും. അങ്ങനെ വേണ്ട ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ദോശയാണിത്. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ രാവിലെയൊക്കെ നമ്മൾ ഇതേപോലെ ഫ്രില്ലപ്പമൊക്കെ ഉണ്ടാക്കി നല്ല രസമൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്കെടുത്ത് എറിയാൻ പറ്റുമോ, തണുത്ത് മരവിച്ച് ഉറച്ചിരിക്കും അത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. അങ്ങനെ രാവിലെ പെട്ടെന്ന് പോയി പിന്നെ കുളിച്ചു. 4:30 കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു 4:40 ആയി കഴിഞ്ഞാൽ പിന്നെ പണി പാളും. എന്തായാലും 4:30 കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി കുളിച്ച് റെഡിയായി ചുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ എഴുതിയ പൊട്ടൊക്കെ തൊട്ട് ദാണ്ടി ഞാൻ, എവിടെ ഞാൻ, വരൂ ദാണ്ടി ഞാൻ, അതെ അതാണ് ഞാൻ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏട്ടൻ തന്നെയാണ് കൊണ്ടുവിടുന്നത്. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു സ്കൂൾ തുറക്കുന്നു, പുതിയൊരു അധ്യയന വർഷം. എനിക്കും എൻ്റെ മോൾക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വർഷമാവട്ടെ, നല്ല സന്തോഷമാവട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഹാപ്പിനെസ്സും ഒരുപാട് നല്ല മൊമെൻറ്റ്സും ഉണ്ടാവട്ടെ ഈ വർഷം എന്ന് ആശംസിക്കുകയാണ് മക്കളെ, ഞാൻ ആശംസിക്കുകയാണ്. അങ്ങനെ വിജനമായ പാടത്തിലേക്ക് ഞാൻ നോക്കി നിൽക്കുകയാണ്. കുറച്ച് നാളായല്ലോ ഈ ഒരു റുട്ടീനിലേക്ക് തിരിച്ച് വന്നിട്ട്. അങ്ങനെ ഞാൻ വരുവാനില്ലാരും എന്നൊക്കെ പാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പാടിയില്ല. കാരണം ട്രെയിൻ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഓടി പോയി. അങ്ങനെ നേരം വെളുത്ത് വരുമ്പോഴത്തേക്കും ജനൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് നല്ലൊരു രസമാണ് കേട്ടോ. ചെറിയ കാറ്റുമൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് രസമാണല്ലോ, മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്നൊക്കെ ഉള്ളതെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ, നല്ലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രം ശ്വേതാസ്.